Welcome to ABC Vlogs. ഹലോ ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി ധാരണയും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബിൻ്റെ വാച്ച് അവർ. നമ്മുടെ ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മുടെ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റെ അതോറിറ്റി, അത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് യൂട്യൂബ് ഒരു വാച്ച് അവർ കൊടുക്കും. ഇത്ര സമയം കണ്ടു, ഇത്ര സമയം അതിന് കിട്ടി എന്നും പറഞ്ഞിട്ട് യൂട്യൂബ് അവർക്ക് ഒരു വാച്ച് അവർ കൊടുക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ വീഡിയോ മറ്റൊരാൾ കാണുമ്പോൾ ആ കാണുന്നതിൽ നിന്നും ഒരു നിശ്ചിത സമയം നമുക്ക് വാച്ച് അവറായിട്ട് യൂട്യൂബ് തരും. അങ്ങനെ വാച്ച് അവർ തരുമ്പോൾ നമ്മൾ അങ്ങനെ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്, വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മോണിറ്റൈസേഷൻ പോളിസി പൂർത്തിയാകുന്നത്. അപ്പോൾ 4000 മണിക്കൂർ ആവണമെങ്കിൽ ഓരോ വീഡിയോസും ഇങ്ങനെ ഇടുക, അത് ആൾക്കാർ കാണുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മോണിറ്റൈസേഷൻ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു വലിയ വിഷയമെന്ന് പറഞ്ഞാൽ, പലർക്കും ഈ വാച്ച് അവർ നോക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. അതാണ് വാസ്തവം. അറിയുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കാം, എന്നാലും പലർക്കും ഇത് എങ്ങനെയാണ്, എവിടെയാണ് നോക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനതിൻ്റെ ഒരു ചെറിയ റെക്കോർഡഡ് സ്ക്രീൻഷോട്ട് ഇടാം. അപ്പോൾ അതുകൂടി കാണുമ്പോൾ ആവശ്യമുള്ള ആർക്കെങ്കിലുമൊക്കെ അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. അറിയാത്ത പലരും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ വാച്ച് അവർ ചെക്ക് ചെയ്യുന്നത് യൂട്യൂബിലല്ല, യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാ ആൾക്കാരുടെ കയ്യിലും, യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാ ആൾക്കാരുടെ കയ്യിലും യൂട്യൂബ് സ്റ്റുഡിയോ ആണ്. ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ അവസാനം ഒരു ഏൺ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ സെറ്റിങ്സ് ഉണ്ട്, ഏൺ. അപ്പോൾ ഏൺ എന്ന സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ മോണിറ്റൈസേഷൻ ക്രിറ്റീരിയകളെല്ലാം അവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നീല ബാറ് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വാച്ച് അവർ കൂടും. 1 മണിക്കൂറാണെങ്കിൽ, ഇപ്പോൾ 100 മണിക്കൂറാണെങ്കിൽ ആ 100 മണിക്കൂർ വരെ ആ നീല ലൈൻ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 4000 മണിക്കൂർ ആവുന്നവരെ ഓരോ ദിവസവും 5 മണിക്കൂറാണ് കയറുന്നെങ്കിൽ അത്രയും ആ നീല ലൈൻ മുന്നോട്ട് പോകും. അങ്ങനെ അടുത്ത ദിവസം 10 മണിക്കൂറാണെങ്കിൽ വീണ്ടും ആ നീല ലൈൻ മുന്നോട്ട് കയറും. അങ്ങനെ കയറി 4000 എത്തുമ്പോഴാണ് ആ ബാറ് ഫുള്ള് കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ അതിൻ്റെ താഴെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമുണ്ട്. അതും ഓരോ സബ്സ്ക്രൈബ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ആ നീല ലൈറ്റ് ബാർ ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ വാച്ച് അവർ ചെക്ക് ചെയ്യുന്നത്. യൂട്യൂബിലല്ല, യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് വാച്ച് അവർ ചെക്ക് ചെയ്യുന്നത്, അല്ലാതെ യൂട്യൂബിലല്ല. യൂട്യൂബിൽ കാണിക്കുന്ന വാച്ച് അവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിലപ്പോൾ 24 മണിക്കൂറത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്ര മാസത്തെ ആയിരിക്കും, ഇതായിരിക്കും. മറ്റേ വാച്ച് അവർ എന്ന് പറയുന്നത്, യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള വാച്ച് അവർ എന്ന് പറയുന്നതാണ് വളരെ കൃത്യമായിട്ടുള്ള വാച്ച് അവർ. അതിന് താഴെ നമുക്ക് മോണിറ്റൈസേഷനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ കാണാം. പിന്നെ 4000 മണിക്കൂർ, 1000 സബ്സ്ക്രൈബർമാർ, ഷോർട്സിൻ്റെ ക്രൈറ്റീരിയകൾ, ഇതൊക്കെ അതിൻ്റെ താഴെ കാണാം. അപ്പോൾ അതാണ് യൂട്യൂബിലെ വാച്ച് അവർ നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വാച്ച് അവർ അപ്ഡേറ്റ് ആവുന്നത്, എല്ലാ ദിവസവും 12:30 ആകുമ്പോൾ എൻ്റെ വാച്ച് അവർ അപ്ഡേറ്റ് ആവും. ഇപ്പോൾ ഇന്ന് എനിക്ക് 5 മണിക്കൂർ കിട്ടി, ഇന്നലെ ഒരു 10 മണിക്കൂർ കിട്ടി, ഞാനൊരു 12 മണിക്കൂർ കിട്ടി. ഇങ്ങനെയാണ് എൻ്റെ വാച്ച് അവർ അപ്ഡേറ്റ് ആവുന്നത്. ഇപ്പോൾ 410 ആണെങ്കിൽ ചിലപ്പോൾ നാളെ 415 ആവും. 15 ആകുമ്പോൾ ആ നീല വര കുറച്ച് മുന്നിലേക്ക് കയറും, നീല ലൈൻ കുറച്ച് മുന്നിലേക്ക് കയറും. അടുത്ത ദിവസം കുറച്ചുകൂടി മുന്നിലേക്ക് പോകും. അങ്ങനെ എൻ്റെ എയിമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്ന് 3000 അല്ലെങ്കിൽ 4000 മണിക്കൂർ അത് ആ ബാർ ഫുള്ളാക്കുക. അപ്പോഴാണ് എൻ്റെ ദൗത്യം പൂർണ്ണമായിട്ടും യൂട്യൂബിൽ വിജയിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ അതുവരെ എനിക്ക് ഇങ്ങനെ ഈ വാച്ച് അവർ ഇങ്ങനെ നോക്കി ഇരിക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ക്രൈറ്റീരിയ വല്ലതും ഉണ്ടെങ്കിൽ അവരത് നമുക്ക് അതിൻ്റെ ടാസ്ക് തരും. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 4000 മണിക്കൂർ പൂർത്തിയാക്കുക, 1000 സബ്സ്ക്രൈബർമാരെ പൂർത്തിയാക്കുക. അത് കൃത്യമായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ, അവസാനം യൂട്യൂബ് സ്റ്റുഡിയോയിലുണ്ട്, അവിടെയാണ് കൃത്യമായിട്ട് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇത്. പലർക്കും ഉപകാരപ്പെടും. കാരണം എവിടെയാണ് വാച്ച് അവർ നോക്കുന്നത് പലർക്കും അറിയില്ല. അതാണ് ശരിക്കുള്ള വാച്ച് അവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഷോർട്സിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷോർട്സ് ഞാനിപ്പോൾ കൂടുതലും വീഡിയോസിലാണ് ശ്രദ്ധിക്കുന്നത്. ഷോർട്സ് ഇടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് എൻ്റെ ഷോർട്സ് 52K ആയിരുന്നു. ഇപ്പോൾ ഷോർട്സിൻ്റെ എണ്ണം കുറഞ്ഞു വ്യൂസിൻ്റെ എണ്ണം ഒറ്റയടിക്ക് 2000-3000 ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, അപ്ഡേഷൻ നടക്കുന്നതായിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും ഇങ്ങനെ ഷോർട്സും വീഡിയോസും ലൈവുകളും ഒക്കെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ ലൈവ് വീഡിയോകളെക്കുറിച്ച് വിശദമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.